ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാൻ കാരണം ഞാൻ റീസെൻ്റ് ആയിട്ട് കുറച്ച് മൂവീസ് കണ്ടു. അതിലൊരു 5 മൂവീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഓർത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവുന്നത്. ഇനി ഇത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും കാണണം. അതുപോലെ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം കേട്ടോ. അപ്പം ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് എലവേഷൻ എന്ന് പറഞ്ഞൊരു മൂവിയാണ്. 2024 ഇറങ്ങിയ ഒരു അമേരിക്കൻ മൂവിയാണ്. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞൊരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ഫിക്ഷനാണ്. അതായത് ഇതിനകത്ത് ഒരു വലിയ ദുരന്തം നടന്നതിന് ശേഷം, അല്ലെങ്കിൽ ഒരു മഹാനാശം ഒക്കെ നടന്നതിന് ശേഷം, ഒരു ഡിസ്ട്രക്ഷൻ നടന്നതിന് ശേഷമുള്ളൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അതായത് ഇതിനകത്ത് ഈ മൂവിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തരം ക്രീച്ചർ ഭൂമിയിലേക്ക് വരും. അത് എവിടെ നിന്ന് വരുന്നതാണെന്നൊന്നും ഇവർക്ക് അറിയത്തില്ല. ഒരു ദിവസം പെട്ടെന്ന് ഇത് വന്ന് ഈ ഭൂമിയിലേക്ക് വന്നതിന് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും ഭൂമിയിലെ 95% ഹ്യൂമൻ പോപ്പുലേഷനും ഇല്ലാണ്ടായി. അതിനുശേഷം ഒരു 3 വർഷത്തിന് ശേഷമുള്ള രീതിയിലാണ് ഇത് കാണിക്കുന്നത്. ഈ 3 വർഷത്തിന് ശേഷം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഈ സർവൈവേഴ്സ് എല്ലാം കൂടി ഒരു റെഫ്യൂജി കണ്ടെത്തുകയാണ്. അതായത് കുറച്ച് ആൾക്കാർ വീതം പലയിടങ്ങളിലായിട്ട് ഒരു വില്ലേജ് ഫോം ചെയ്യുകയാണ്. ഇപ്പോഴും ഈ ക്രീച്ചർ ഭൂമിയിലുണ്ട്. അതുകൊണ്ട് ഈ ക്രീച്ചറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ സീ ലെവലിൻ്റെ 8000 ഫീറ്റ് എബോവിലാണ്, അതായത് അത്രയും മുകളിലായിട്ട് മലമുകളിലാണ് ഇവർ റെഫ്യൂജി കണ്ടെത്തിയേക്കുന്നത്. ഈ 8000 ഫീറ്റിന് മുകളിലേക്ക് ഇതിന് വരാൻ പറ്റിയല്ല, ഈ ക്രീച്ചറിന് വരാൻ പറ്റിയല്ല. അപ്പോൾ ഇവർ അവിടെ സേഫാണ്. പക്ഷേ അവർ ആ സർവൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരുടെ കയ്യിലുള്ള സപ്ലൈസ് ഒക്കെ തീരുമ്പോഴത്തേനും ഇവർക്ക് താഴേക്ക് ഇറങ്ങേണ്ടി വരും. അങ്ങനെ ഇറങ്ങേണ്ടി വന്നപ്പോൾ, അതായത് അതിൽ 2-3 പേര് താഴേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള കാര്യങ്ങളുമൊക്കെയാണ് കാണിക്കുന്നത്. അവസാനം ഈ ക്രീച്ചറിനെ നേരിടാനുള്ള ഇതും ഇവർ കണ്ടുപിടിക്കും. അങ്ങനെ ഒരു മൂവിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര ത്രില്ലിംഗ് ആണ്. നിങ്ങളത് ഡെഫിനറ്റായിട്ട് കണ്ടു നോക്കാം. രണ്ടാമത്തെ മൂവി എന്ന് പറയുന്നത് ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറഞ്ഞൊരു മൂവിയാണ്. ഇതൊരു 2025 ഇറങ്ങിയ അമേരിക്കൻ മൂവിയാണ്. ഇതൊരു ഗോത്തിക് സയൻസ് ഫിക്ഷനാണ്. അതായത് കുറേ ഹൊററും സസ്പെൻസും ത്രില്ലറും എല്ലാം മിക്സ് ആയിട്ടൊരു മിഡീവൽ പീരീഡിൽ നടക്കുന്ന പോലെ 1857 നടക്കുന്ന രീതിയിലാണ് ഇത് കാണിച്ചേക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി വരുന്നത് 1857 അതിന് പുറകോട്ടാണ് ഇവർ, അതായത് ഫ്ലാഷ് ബാക്കാണ് ഇവർ പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്ന ഒരു 1818 നോവൽ, അതായത് ദ മോഡേൺ പ്രൊമിത്യൂസ് എന്ന് പറഞ്ഞൊരു 1818 ഇറങ്ങിയ നോവലിനെ ആസ്പദമാക്കി എടുത്തേക്കുന്ന ഒരു മൂവിയാണ്. അതുപോലെ നല്ല കണ്ടിരിക്കാനൊക്കെ നല്ല ഒരു മൂവിയാണ്. കുറച്ച് എന്താ പറയുന്നത്, സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇതൊരു കണ്ടുപിടുത്തത്തിൻ്റെ ഇതിൻ്റെ മെയിൻ ഹീറോ എന്ന് പറയുന്നത് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തവും അതിനെ ആസ്പദമാക്കിയാണ് പിന്നെ മൂവി പോകുന്നത്. മൂന്നാമത്തെ മൂവി എന്ന് പറഞ്ഞാൽ ആർക്കേഡിയൻ എന്നൊരു മൂവിയാണ്. 2024 ഇറങ്ങിയ ഒരു അമേരിക്കൻ പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ഫിക്ഷൻ തന്നെയാണ്. അതായത് അവിടെയും ഒരു ക്രീച്ചറാണ് വരുന്നത്. ഈ ക്രീച്ചർ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തിന്നുന്ന മാംസഭോജിയായ ഒരു ക്രീച്ചറാണ്. ഈ ക്രീച്ചർ ഭൂമിയിലേക്ക് വന്ന് 15 വർഷത്തിന് ശേഷമുള്ള സ്റ്റോറി ആയിട്ടാണ് കാണിക്കുന്നത്. ഇതിൽ നിന്ന് സർവൈവ് ചെയ്യുന്ന ഒരച്ഛനും അദ്ദേഹത്തിൻ്റെ 2 മക്കളും, 2 ട്വിൻസായ ആൺകുട്ടികളുമാണ്. 15 വർഷത്തിന് ശേഷം അവർ സർവൈവ് ചെയ്യുന്നതും ആ അച്ഛൻ ആ മക്കളെ എങ്ങനെ സംരക്ഷിക്കുന്നു, അതുപോലെ ആ അച്ഛൻ മരിച്ചതിന് ശേഷം ഈ മക്കൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യുന്നു, അതുപോലെ ഈ അച്ഛനും മക്കളും തമ്മിലുള്ള സ്നേഹവും ബോണ്ടും ഒക്കെ ഈ മൂവിയിൽ പറയുന്നുണ്ട്. അതുപോലെ ആ ക്രീച്ചർ ഭയങ്കര ഹൊറിഫിക്കായിട്ടൊരു ക്രീച്ചറാണ്. അത് വരുമ്പോഴുള്ള നമ്മുടെ പേടിയും എല്ലാം ആ മൂവി മിക്സാണ്. ഭയങ്കര ഒരു മൂവി ആയിട്ട് എനിക്ക് തോന്നി. അപ്പം നിങ്ങളത് കാണുക. ഇനി നാലാമത്തേന്ന് പറയുന്നത് ദ ഹൗസ് മെയ്ഡ് എന്ന് പറഞ്ഞ് 2025 ഇറങ്ങിയൊരു മൂവിയാണ്. ഇത് വേറൊരു ജോണറാണ്. അതായത് ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്നൊക്കെ പറയാം. ഇതിനകത്ത് ഒരു മില്ലി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. അതിനുശേഷം ആ പെൺകുട്ടി പരോളിൽ ഇറങ്ങി കഴിയുമ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ആ പെൺകുട്ടി ഒരു വീട്ടിലേക്ക് ജോലിക്ക് പോവാണ്. ആ വീട്ടിലുള്ള നിഗൂഢതകളും മിസ്റ്ററിയും സീക്രട്ടും ഒക്കെ ഓരോ ദിവസം കഴിയുമ്പോൾ അൺഫോൾഡായി വന്ന് അവസാനം ഒരു ട്വിസ്റ്റാണ് അവിടെ. അപ്പോൾ അതൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. നിങ്ങളത് കണ്ടു നോക്കുക. ഇതൊരു വേറെ ജോണറിൽ വരുന്നത്. ഇതിനകത്ത് ക്രീച്ചറും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇതും കണ്ടു നോക്കുക. അതുപോലെ ഈ മൂവി ഒരു നോവലിനെ ആസ്പദമാക്കി തന്നെ എടുത്തിരിക്കുന്നത്. 2022 ഇറങ്ങിയ ദ ഹൗസ് മെയ്ഡ് എന്ന് പറഞ്ഞ ഒരു നോവലിനെ ആസ്പദമാക്കിയാണ് 2025 ഈ മൂവി എടുത്തേക്കുന്നത്. അത് അവസാനത്തെ, അതായത് 5ാമത്തെ മൂവി എന്ന് പറയുന്നത് ദ മോസ്റ്റ് ഫേവറേറ്റ്, ഈ ലിസ്റ്റിൽ മൈ മോസ്റ്റ് ഫേവറേറ്റ് മൂവിയാണ് ദ ഗോർജ്. ഈ മൂവി എന്ന് പറയുന്നത് 2025 ഇറങ്ങിയ മൂവിയാണ്. അപ്പോൾ ഇതും ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷനാണ്. ഈ മൂവിയെപ്പറ്റി ഞാൻ എന്താ പറയുക, ഈ മൂവിയെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഈ മൂവി
മൂവീസിൽ ഏതെങ്കിലും ഒരു മൂവി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം, ഇതിൻ്റെ പ്ലോട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ മൂവി സജഷൻസ് വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ മൂവീസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ കണ്ടവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്. ബൈ.